ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു ബ്യൂട്ടി ടിപ്സുമായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. ഈ ബ്യൂട്ടി ടിപ്സ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് ഉറപ്പായിട്ട് ലഭിക്കും. ഇത് ട്രൈ ചെയ്ത് നോക്കി ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്ന് കമൻറ്റിലൂടെ എന്നെ അറിയിക്കണം. പെട്ടെന്ന് ചെയ്യുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രമേ കേട്ടോ ഞാൻ അതിന് വേണ്ടിയിട്ട് മെനക്കെടാറുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് അതിനൊക്കെ മടിയാണ്. ഞാൻ ഇപ്പം കിച്ചണിലെ സംഭവങ്ങളാണെങ്കിലും പെട്ടെന്ന് ഈസിയായി ചെയ്ത് തീർക്കുന്ന ആളാട്ടോ. കുറച്ച് കിച്ചൺ റെസിപ്പീസൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്നുണ്ട്. എൻ്റെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇതൊക്കെയാണെങ്കിൽ ഞാൻ കൂടുതൽ വീഡിയോ എൻ്റെ ചെറിയ ചെറിയ ടിപ്സുകളൊക്കെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കടലപ്പൊടി. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല. നമുക്ക് എപ്പോഴും നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാകുന്ന സാധനങ്ങൾ. കുറച്ച് കടലപ്പൊടി, കുറച്ച് 1 സ്പൂണ് തൈര്. ഇനിയിപ്പോൾ തൈര് ഇഷ്ടമില്ല, അതിൻ്റെ സ്മെല്ലൊന്നും ഇഷ്ടമില്ലാത്തവർക്കാണെങ്കിൽ തേങ്ങയുടെ പാലില്ലേ, തേങ്ങാപ്പാൽ, ആ പാലിലേക്ക് ഈ കടലപ്പൊടി മിക്സ് ചെയ്തിട്ടായാലും നമുക്ക് ഉപയോഗിക്കാം. ഇതിൽ ഒരു ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞു തരാം. ഇതിപ്പോൾ ഞാൻ തൈരിലേക്കാണ് എടുക്കുന്നത്. തൈരിലേക്ക് നന്നായിട്ട് കടലപ്പൊടി നന്നായിട്ട് മിക്സ് ചെയ്യുക. നല്ല ഒരു പേസ്റ്റ് പരുവത്തിലാക്കണം കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കട്ടയോ തരിയൊന്നും ഇല്ലാത്ത രീതിയിലാക്കണം. അതിന് ശേഷം നമുക്ക് നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ചേർക്കണം. അത് ചേർക്കുന്നതിന് മുന്നേ ഇത് നന്നായിട്ട് യോജിപ്പിച്ച് വെക്കാറുണ്ട് കേട്ടോ ഞാൻ. അല്ലെങ്കിൽ എനിക്കത് അത്ര മിക്സ് ആവാത്ത പോലെ തോന്നും കേട്ടോ. എന്തോ തോന്നുന്നതായിരിക്കും. പിന്നെ നമുക്ക് അടുത്തത് വേണ്ടത് അലോവേരേൻ്റെ ജെല്ലാട്ടോ. ജെല്ല് തന്നെ വേണമെന്നില്ല, നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ അത് കട്ട് ചെയ്തിട്ട് എടുത്താലും മതി. അത് അതിൻ്റെ ഒരു മഞ്ഞ കളർ ദ്രാവകമൊക്കെ അങ്ങ് പോയിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് എടുത്ത് മിക്സിയിലടിച്ച് ഒരു സ്പൂണാട്ടോ നമുക്ക് ആവശ്യമുള്ളത് അതിനകത്തേക്ക് മിക്സ് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരുന്നുണ്ട്. ഞാൻ എൻ്റെ ഫേസിൽ ഞാൻ സ്ഥിരമായിട്ട് ചെയ്യാറുള്ള കാര്യമാണ് കേട്ടോ. എല്ലാ ദിവസവും പറ്റുന്നുള്ള എല്ലാ ദിവസങ്ങളിലും ഞാനിത് ചെയ്യാറുണ്ട്. എനിക്ക് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്നതുമാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞത്. ഈ പാക്ക് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഒന്ന് സ്ക്രബും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല എഫക്റ്റ് കിട്ടും കേട്ടോ. ഇല്ലാതെ നമുക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഇത് ആഴ്ചയ്ക്ക് ഒരിക്കൽ ഇത് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ ഒരു തിളക്കം നമുക്ക് കിട്ടും. ഇത് എല്ലാ ദിവസവും വേണ്ട കേട്ടോ, ആഴ്ചയ്ക്ക് ഒരിക്കൽ മതി. പാക്ക് നമുക്ക് എല്ലാ ദിവസവും അപ്ലൈ ചെയ്യാം. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് കിട്ടുക. 5 മിനിറ്റ് മസാജ് ചെയ്തിട്ട് ഇത് നമുക്കൊരു ഇളം ചൂടുവെള്ളത്തിലോ നോർമൽ വാട്ടറിലോ വാഷ് ചെയ്ത് കളയുക. അതിനുശേഷം പാക്ക് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ് അങ്ങനെ വെക്കുക. ഇതിപ്പോൾ ഞാൻ ഒരു ഹെയർ ഓയിലായിട്ടാണ് നിങ്ങളെ കാണിച്ചു തരുന്നത്. ഇതിപ്പോൾ ഞാൻ എനിക്ക് നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ്. ഇത് ഞാൻ തന്നെ വീട്ടിൽ തന്നെ തയ്യാറാക്കുന്നതാണ് കേട്ടോ. എൻ്റെ അമ്മ പറഞ്ഞു തന്നിട്ട് ഞാൻ ഇത് ഇടയ്ക്കിടയ്ക്ക് കുറച്ച് ഉണ്ടാക്കാറുള്ളൂ. ഒരു 250 ml അത്രയൊക്കെ ഞാൻ ഉണ്ടാക്കാറുള്ളൂ കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ മറ്റേ നമ്മുടെ പാക്കൊക്കെ മുഖത്തിട്ടിട്ട് വാതിക്ക് വന്ന് നിന്നത് കേട്ടോ. ആരെങ്കിലും വന്നാൽ വേഗം അകത്തേക്ക് പോകാം എന്ന ധൈര്യത്തിൽ മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടില്ല, വാതിലിൻ്റെ അവിടെ വന്ന് നിന്നതാണ്. 10 മിനിറ്റ് ആയപ്പോൾ ഞാനത് കഴുകിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് വെക്കാം. നല്ല റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഞാൻ എൻ്റെ മുഖത്ത് ചെയ്ത് പരീക്ഷിച്ചിട്ടാണ് നിങ്ങളോട് പറയുന്നത്. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.